തേർഡ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ നേരെ പോകുന്നത് സ്കൂബ ഡൈവിങ് ചെയ്യാനാണ്. എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ സ്കൂബ ഡൈവിങ് അടിപൊളിയാണെന്ന് കുറേ കമൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ പോവാണ്. സോ നമ്മളതിൽ കുറേ ഇങ്ങനെ ഫില്ല് ചെയ്ത് സൈൻ ചെയ്തൊക്കെ കൊടുക്കണം. ഈ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എങ്ങനെ ചെയ്യണം ഏതാണെന്നൊക്കെയുള്ളത്. സോ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി നമ്മൾ ഈ ബോട്ടിലാണ് എല്ലാവരും പോകുന്നത്. ഐ തിങ്ക് 4, 5, 6, 7 പേരുണ്ട് സ്കൂബ ചെയ്യാൻ. സോ നമ്മളുടെ ബോട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താ വ്യൂ, അത് എത്ര കണ്ടാലും മതിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കുറേ അവിടെ നിന്ന് വീണ്ടും നമുക്ക് കുറേ എന്നിങ്ങനെ ചെയ്യണം, എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ വീണ്ടും പറഞ്ഞു തന്നു. പിന്നെ എല്ലാവരും അതിന് വേണ്ടി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം. പാനിപൂരി കഴിക്കുന്ന പോലെ. ഇനി ചുണ്ട് അടച്ചു പിടിക്കണേ. കുറച്ചെങ്കിലും തുറന്ന വെള്ളം അകത്ത് വരും. അപ്പൊ ചുണ്ട് എപ്പോഴാ ഓ ഷേപ്പില് അടച്ചു പിടിക്കണം. ഇത് ചുറ്റും നിങ്ങൾ ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സേൽ ചെയ്യുമ്പോഴും ഒക്കെ മൗത്ത് ബ്രീതിങ് ആണ്. മൂക്കിൽ കൂടെ ശ്വാസം വിടാതിരിക്കണം. തൊട്ടടുത്തോട്ട് മീൻ പോകണ്ട. പിന്നെ ഇക്വലൈസേഷൻ പഠിപ്പിച്ചില്ലേ, എങ്ങനെയായിരുന്നു? ഇങ്ങനെ പിടിച്ചിട്ട് അത്. അപ്പൊ ചെവിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതിന് മുന്നേ അവർക്കൊന്നും ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അഥവാ തോന്നുവാണെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ചുണ്ട് എപ്പോഴും ക്ലോസ് ചെയ്ത് പിടിക്കണം. കുഴപ്പമില്ല, 2-3 റൗണ്ട് ബ്രെത്ത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആയിട്ട്. ഓക്കെ, ഇനി മുഖം മാത്രം ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എക്സ്ഹേൽ ചെയ്യുമ്പോൾ ബബിൾസ് വരും. ചെയ്യും. മീൻ വേണോ അടുത്തൂടെ? ചെയ്തോളൂ, കുറച്ചൊക്കെ ചെയ്യൂ. അവസാനം ലൈഫ് ജാക്കറ്റ് പോലെ കേട്ടോ. ഞാൻ ഇതിലുള്ള എയർ വിട്ടാലേ നമുക്ക് താഴേക്ക് പോകും, അല്ലെങ്കിൽ പോകില്ല. ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചിടാൻ പോകും വെള്ളത്തിൽ. ഓക്കെ, എന്നിട്ട് ഞാൻ അടിക്കാം. എന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഓക്കെ, സ്കൂബ ഡൈവിങ് ചെയ്തതിന് ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ കടലിൽ നീന്തി കുറച്ച് ഉപ്പുവെള്ളം കുടിച്ചതിനും ആ എക്സൈറ്റ്മെൻറ്റാണ് ആ കാണുന്നത്. ഉച്ചയ്ക്ക് 2 മണി അടുപ്പിച്ചാണ് ഇതെണ്ണെങ്കിലും നല്ലതായിട്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചൂടോ വെയിലോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തണുത്ത് കുളിച്ച് നനഞ്ഞ് ഇതായി വരുമ്പോൾ നല്ല ചൂട് ബിരിയാണി, ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു, സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വളരെയധികം ആസ്വദിച്ച് കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. ഈവനിങ് നമ്മളൊരു 10 പേരോടെ ചേർന്നാണ് പോകുന്നത്. കടലിലേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ മീൻ പിടിച്ച് അതിനെ തന്നെ അവിടെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ച് സൺസെറ്റൊക്കെ കണ്ടുവരാം. അതാണ് പ്ലാൻ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബോട്ട് നിരത്തി അവർ ഫിഷിങ്ങിനുള്ള ഇതൊക്കെ
പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ ആദ്യം ഒരു സ്ഥലത്തേക്ക് കിട്ടിയില്ല, പിന്നെ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോയി. ഞാൻ ഫിഷിങ്ങിൽ വലിയ ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള സൺസെറ്റ് കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. സൈഡിൽ ഫിഷിനെ നോക്കുന്നതും അതിനുള്ള ചൂണ്ടയിടലും എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ലുക്ക് അറ്റ് ദ സ്കൈ, റെഡ് സ്കൈ. അയ്യോ, എനിക്കത് മാത്രം കണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതായിരുന്നു. ദാറ്റ് ബ്യൂട്ടിഫുൾ. പോകും മുമ്പ് ഫ്രിഡ്ജ് മാഗ്നറ്റ് എവിടുന്നെങ്കിലും വാങ്ങിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു എനിക്ക്. അത്രയും ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതായിരുന്നു. അപ്പോൾ ഇതേ നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി തരുന്ന ചേച്ചി നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി. നമ്മൾ 7:30 കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഫ്രഷ് ആവാൻ പോയപ്പോൾ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് പരിചയമുള്ളൊരു കുട്ടി വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോൾ എല്ലാവരും സീരിയൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവരുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ ബുക്ക് മാർക്ക്, ഓർണമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പെൻഡൻറ്റും അല്ലെങ്കിൽ റിങ്സും എല്ലാം ഉണ്ടായിരുന്നു. സോ ഇതുപോലത്തെ ഒരെണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി നമ്മൾ തൊട്ടടുത്തുള്ള ബീച്ചിൽ എല്ലാവരും കൂടെ വീണ്ടും വന്നു. കാരണം ഞാനടക്കം വേറെ 2-3 പേരൂടെ നാളെ പോവും. അപ്പോൾ ഓക്കെ, നൈറ്റ് നമുക്ക് കുറച്ചുകൂടെ ചില്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്നു. അപ്പോഴായിരുന്നു എനിക്ക് ഒരു ആർട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട്. സോ അതിനുള്ള കുറേ സംഭവം കൊണ്ടാണ് വന്നിരുന്നത്. അവർക്കും അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലായിരുന്നു ഇതെങ്ങനെയായി തീരുമെന്നുള്ളത്. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ അവിടുത്തെ മണലും അവിടുന്ന് കിട്ടിയ കുട്ടി കുട്ടി കോറലിൻ്റെ പീസസൊക്കെ വെച്ചിട്ട് ഗമ്മൊക്കെ വെച്ച് ഞാനിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെടുത്തു. ഇതിങ്ങനെയാവുമെന്ന് അവർക്കും അറിയില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ആകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആകുമില്ലെന്ന് എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നല്ല രീതിയിൽ വന്നു, വലിയ മോശമില്ലാണ്ട് വന്നു. അല്ലേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മൂന്ന് ദിവസമായിട്ട് സൺറൈസ് കാണാൻ പോകണം എന്ന് പ്ലാൻ ചെയ്യുന്നതല്ലാതെ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ എന്തായാലും ഇന്ന് സൺറൈസ് കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റൊക്കെ വന്നു. പക്ഷേ സണ്ണ് വന്നത് കടലിൽ നിന്നായിരുന്നില്ല, മേഘത്തിൻ്റെ ഇടയിലായിരുന്നു. അങ്ങനെ സ്കൂബ ഡൈവിങ്ങിന് പോവുകയാണ് നമ്മളെന്താ നിങ്ങൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട അവരോടും ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ ഈത്താനോടും പിന്നെ അവിടെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരോടും ബൈ പറഞ്ഞ് ഫ്ലൈറ്റിന് ടൈമായി എയർപോർട്ടിലേക്ക് പോവാണ്. ശരിക്കും പോകാനുള്ള മനസ്സേ ഇല്ല.
അത്രയും ഭംഗിയുള്ള അത്രയും നല്ല മനസ്സുള്ള കുറേ ആൾക്കാരായിരുന്നു. എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് ഇത്രയും മെമ്മറബിളാക്കിയ ഇത് ഇവരെല്ലാവരുമാണ്. അത്രയും സേഫായിട്ട് ഫീൽ ചെയ്തു, അത്രയും കംഫർട്ടബിളായിരുന്നു. ശരിക്കും വീട്ടിലുള്ള ഒരു കംഫർട്ട് അത്രയും അവിടെ ഉണ്ടായിരുന്നു. ലക്ഷദ്വീപിൽ നിന്ന് എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഒരുപാട് ഓർമ്മകളുമായിട്ടാണ് വരുന്നത്. ലാസ്റ്റ് 3 ദിവസം എനിക്ക് ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേ ബോഡി പാസം കിട്ടി. ശരിക്കും ആ നീല കളറിലുള്ള വെള്ളവും കോറൽസും ഒരുപാട് സ്നേഹമുള്ള വളരെ നല്ല ആൾക്കാരും പിന്നെ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസും പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മീറ്റ് ചെയ്ത എൻ്റെ സോളോ ട്രിപ്പ് അല്ലാതാക്കിയ കുറേ സുഹൃത്തുക്കളും.